ഞാൻ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ. മോള് കുട്ടീനെ വിളിക്കാൻ പോയെന്നേ ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ കുട്ടീനെ വിളിക്കാൻ പോയിട്ടില്ല അവിടെ. അപ്പം അവിടെ ബാങ്കിൽ നിന്ന് വന്നു, അമ്മ ഞാൻ അവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ ഈ ലോറി മറിഞ്ഞു കിടക്കുന്നുണ്ട്. നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കണ്ടില്ല, ആകെ പുക പിടിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ്. നമുക്കിവിടെ ഇരിക്കാൻ തന്നെ പേടിയാവണം. വണ്ടിക്കാരെന്താന്ന് വെച്ചാൽ നിയന്ത്രണം വിട്ടിട്ടുള്ള പോക്കല്ലേ, മരണം പോക്കാണ് അവർ പോണത്. ഒരാൾ ബസ്സിനകത്ത് നിൽക്കാൻ അവരെ നിർത്താതെയാണ് അവർ പോണത്. ഈ കുട്ടികൾ റോഡ് സൈഡിൽ കൂടെ നടന്നു പോയിരുന്നു, അമ്മ ബാക്കിലായിരുന്നു. അമ്മ ഞാൻ കണ്ടില്ലേ, ഞാൻ ബാക്കിലിരുന്ന് സൗണ്ട് കേട്ടിട്ട് വന്നാണേ. നാട്ടുകാരെല്ലാം ഓടിയെത്തി. നാട്ടുകാരൊക്കെ ഓടിയെത്തി. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവള് കരഞ്ഞപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോയി, പിന്നെ അങ്ങോട്ട് വന്നില്ല. കുട്ടീനെ വിളിക്കാൻ വേണ്ടി ഞാൻ കടയിലേക്ക് പോയതായിരുന്നു പാല് വാങ്ങാനായിട്ട്. സമയമായിട്ടില്ല, 3:45 ആയിട്ടുള്ളൂ. അപ്പോൾ ബസ് 3:50 ആകുമ്പോഴാണ് വരിക. അപ്പോൾ പാല് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും സൗണ്ട് കേട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ അടിയിൽ കുട്ടികളും കിടക്കുന്നുണ്ട്, വണ്ടി ചെരിഞ്ഞും കിടക്കുന്നുണ്ട്. കുട്ടികളെ കണ്ടിരുന്നു? കണ്ടു. കുട്ടി അടിയിൽ കിടക്കുക, കാനയിൽ അടിയിൽ കിടക്കുന്നുണ്ട് കുട്ടികൾ. പെൺകുട്ടികളായിരുന്നു? ഒരു ആൺകുട്ടീൻ്റെ ബാക്ക് കണ്ടത്. പിന്നെ പെൺകുട്ടികളെ കണ്ടിട്ടില്ല. അപ്പുറം പിന്നെ ആൾക്കാരെല്ലാം വന്നിട്ടാണ് ഉണ്ടെന്ന് പറഞ്ഞു പെൺകുട്ടി കണ്ടത്. വാഹനത്തിലെ ഡ്രൈവർ ഉണ്ടായിരുന്നു? ഡ്രൈവർ ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു, ചാടിയിട്ട് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അയാൾക്ക് പരിക്കൊന്നുമില്ല? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് കുടിച്ചിട്ട് പോയി തോന്നുന്നു. എനിക്കറിയില്ല. 2 പേര് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയി. ഈ ലോറിയിലുണ്ടായിരുന്നു? ലോറിയിലുള്ള ആൾക്കാരെന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, അവരവിടെ വണ്ടിക്കാരിൽ ആൾക്കാരുണ്ടായിരുന്നില്ല, ഡ്രൈവറും ക്ലീനറും അവിടെ ചോദിച്ചപ്പോൾ അവർ വെള്ളം കുടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞവർ. ആദ്യമായിട്ട് അങ്ങനെ കുട്ടികൾക്ക് ഇത്ര വലിയൊരു അപകടം? ഇത്രയും കാലത്തിലിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ 10-35 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അപകടം ഞാൻ കണ്ടിട്ടില്ല. ഈ റോഡിന്റെ പ്രശ്നം കൊണ്ട് ഇതിനു മുമ്പ് അപകടങ്ങളുണ്ട്. പക്ഷെ നമ്മളിത് ഇങ്ങനത്തെ ഒരു അപകടത്തിൽ വന്നിട്ട് നമ്മളിതായിട്ടില്ല. അത്രയും ഭീകരമായിട്ടുള്ള ശബ്ദം കേട്ട് അമ്മ ഓടി വന്നത്. ഭയങ്കര സൗണ്ട്. അപ്പോൾ അത് എവിടെ പറ്റി എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അങ്ങനെ പോകുകയാണ്. ഒന്നും കാണാൻ പറ്റണില്ലേ, പുക കാരണേ.